അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും റാഹത്താണല്ലോ അല്ലേ? നമ്മുടെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 9 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ റബ്ബിനെ ഓരോന്നായിട്ട് അറിഞ്ഞു വരികയാണ് അല്ലേ? ഇന്നലെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മളെ പ്രതാപികളാക്കുന്ന അൽ മുഈസിനെ പഠിച്ചു, അഹങ്കാരികളെ നിന്ദ്യരാക്കുന്ന അൽ മുസില്ലിനെ പഠിച്ചു, നമ്മുടെ ഓരോ കുഞ്ഞു തേങ്ങലുകളും കേൾക്കുന്ന അസമിയനെയും പഠിച്ചു അല്ലേ? ഈ 3 നാമങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകിയ ആശ്വാസം വളരെ വലുതാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ നാമങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മളെപ്പോലും കാണാത്ത നിമിഷങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന 3 നാമങ്ങളാണ്. അൽ ബസ്വീർ, അൽ ഹക്കം, അൽ ആദിൽ. ഒന്നാമത്തെ ഇസ്മ അൽ ബസ്വീർ, എല്ലാം കാണുന്നവൻ. സഹോദരിമാരെ, നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ലെന്നാണ്. എന്നാൽ അള്ളാഹു അൽ ബസീറാണല്ലേ? അവനെ കാണാൻ കണ്ണിൻ്റെയോ വെളിച്ചത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് നന്മകളാണെങ്കിലും ആരും കാണുന്നുണ്ടാവില്ല അല്ലേ? ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമ്മൾ സഹിക്കുന്ന വിട്ടുവീഴ്ചകൾ, നമ്മൾ ഒഴിക്കുന്ന കണ്ണുനീര്, ഇതൊന്നും ആരും കാണുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? എല്ലാം കാണുന്ന ഒരു റബ്ബ് നമ്മളടുത്ത് തന്നെ ഉണ്ട്, നമ്മൾ കൂടെ തന്നെ ഉണ്ട്. കറുത്ത കൂരാക്കുരിരുട്ടിലെ ആ കറുത്ത പാറക്കുള്ളിലൂടെ നടക്കുന്ന ഉറുമ്പിനെ കാണുന്ന റബ്ബ്. ഇന്നലെ നമ്മൾ പഠിച്ചല്ലേ? കറുത്ത പാറയിലൂടെ പോകുന്ന ഉറുമ്പിന്റെ ആ ഒരു കാലടി ശബ്ദം പോലും റബ്ബ് കേൾക്കുന്നുണ്ട്. അതേപോലെ ആ കൂരാക്കൂരിടാണെങ്കിലും അവിടെ റബ്ബ് കാണുന്നുണ്ട്, അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ബോധം നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ഇസ്മ അൽ ഹക്കം, വിധി തീർപ്പാക്കുന്നത്. അവൻ മാത്രമാണ് യഥാർത്ഥ വിധികർത്താവ്. മനുഷ്യർ നമ്മെ തെറ്റായിട്ട് വിധിച്ചേക്കാം, എന്നാൽ അന്തിമമായ വിധി റബ്ബിന്റെ മാത്രമാണ്. അത് റബ്ബിൻ്റെതാണ്. കുട്ടികൾക്കായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ മക്കള് അമിതമായിട്ട് വാശി കാണിക്കുകയോ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, യാ ഹക്കമു യാ അല്ലാഹ്, ഈ ഒരു ഇസ്മ നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലുക. എന്നിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് അവർക്ക് കുടിക്കാൻ നൽകുക. അത് പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത്, 33ഓ 100ഓ അങ്ങനെ നിങ്ങൾ ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കാൻ കൊടുക്കുക. അവരുടെ ആ ഒരു ദുർവാശി മാറാനും നല്ല സ്വഭാവം ഉണ്ടാക്കാനൊക്കെ അൽ ഹക്കമായ റബ്ബ് സഹായിക്കും ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ ഇസ്മ അൽ ആദിൽ, പരിപൂർണ നീതിമാൻ. അള്ളാഹുവിന്റെ വിധി ഒരിക്കലും തെറ്റാറില്ല അല്ലേ? കാരണം എന്താ? അവന് അൽ ആദിലാണ്, ഒട്ടും അനീതി കാണിക്കാത്തവൻ. നമ്മൾ സഹിക്കുന്ന ഓരോ വേദനക്കും പകരമായിട്ട് അവന് സ്വർഗത്തിൽ ഒരു സമ്മാനം കരുതിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നീതി ലഭിച്ചിട്ടില്ലെങ്കിലും അവന്റെ മുന്നിൽ നമുക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മുടെ മക്കൾ പഠനത്തിൽ മിടുക്കരാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി പറയാം. മക്കളെ സുബീന്റെ സമയത്ത് എഴുന്നേൽപ്പിക്കുക. അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. എന്നിട്ട് സുബഹി നിസ്കാരത്തിന് ശേഷം വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് 7 തവണ സൂറത്ത് ശറഹ്, അലം നശ്റഹ് ലക സദ്റക്, ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതുക. 7 തവണ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ അവരുടെ പഠനത്തിൽ മികവ് പുലർത്താൻ സഹായിക്കും. അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മക്കൾ മദ്രസയിലേക്കോ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇടത് കാല് വെച്ചിട്ട് ഇറങ്ങാൻ പറയണം. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും.
അതേപോലെ അതിൻ്റെ കൂടെ ഉള്ള ദുആ ഉണ്ടല്ലോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു ദുആ ചൊല്ലിയിട്ട് വേണം അവരെ പുറത്തേക്ക് വിടാൻ. നമ്മളും ചൊല്ലാറുണ്ട്, അവരെയും ചൊല്ലാൻ ശീലിപ്പിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ള സമയത്ത് കുറച്ച് നേരം തനിച്ചിരിക്കുക, റബ്ബിനോട് സംസാരിക്കുക. റബ്ബേ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ, യാ ബസ്വീർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടങ്ങൾ അവനിൽ അർപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ മക്കൾക്കായിട്ട് യാ ഹക്കമു യാ അല്ലാഹ് എന്നുള്ള ആ ഒരു ഇസ്മ ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. ഇനി മൂന്നാമത്തെ ടാസ്ക് നമ്മൾ ഡെയിലി ചൊല്ലുന്നത് പോലെ 33 വട്ടം യാ ബസ്വീർ, യാ ഹക്കം, യാ ആദിൽ, ഈ 3 ഇസ്മും 33 വട്ടം ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളെ 11ാമത്തെ ക്ലാസ്സാണ്. നമ്മളോട് അങ്ങേയറ്റം ദയ കാണിക്കുന്ന അൽ ലത്തീഫിനെയും എല്ലാം സൂക്ഷ്മമായി അറിയുന്ന അൽ ഖബീറിനെയും അങ്ങേയറ്റം ക്ഷമയുള്ളവനായ അൽ ഹലീമിനെയും നമുക്ക് നാളെ പഠിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ 3 നാമങ്ങളായിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.